ആന്റി ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കുറേ കമന്റ്സ് വരാറുണ്ടായിരിക്കും അല്ലേ? എല്ലാവർക്കും ഒരുപാട് പോസിറ്റീവ് കമന്റും വരാറുണ്ട്, നെഗറ്റീവ് കമന്റും വരാറുണ്ട്. നെഗറ്റീവ് കമന്റ്സ് ഒക്കെ എന്താ? എനിക്ക് തോന്നുന്നു ആന്റി നെവർ മൈൻഡ് ആണെന്ന്. അതെ, നെഗറ്റീവ് കമന്റ്സ് ഇപ്പം ഞാൻ എടുക്കുന്നത് ഈ കമന്റ്സ് കൊണ്ടല്ലല്ലോ. നമ്മളിപ്പം എനിക്കറിയാം ഞാൻ എന്താണ്, അപ്പൊ അവര് ചിലപ്പോ എനിക്ക് കൊണ്ട് അറിയാത്തവരായിരിക്കാം എന്ന് വെച്ചിട്ട് ഞാൻ അത് ഇഗ്നോർ ചെയ്യാണ് പതിവ്. ആന്റിയുടെ ഈ പറയുന്ന പോലെ എല്ലാവർക്കും കുറേ നമ്മുടെ നാട്ടിലുള്ള ഈ അമ്മമാർക്കാണെങ്കിലും ആന്റിയുടെ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കായാലും പറ്റാത്ത കാര്യങ്ങൾ ആന്റി ചെയ്യുന്നുണ്ട്. അതായത് ഇത്ര ഫ്രീ ആയിട്ട് നടക്കാനോ അല്ലെങ്കിൽ ആന്റി ഇടുന്ന പോലെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ ഇഷ്ടമുള്ള പോലെ ഒരുങ്ങാനോ ഒന്നും പലർക്കും പറ്റുന്നില്ല. അപ്പോൾ ആന്റിക്ക് എന്താ അവരോടൊക്കെ പറയാനുള്ളത്? ആന്റിക്ക് ഇതെങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഫസ്റ്റ് ഞാൻ അവർക്ക് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പം എനിക്ക് ആ ഒരു മനസ്സാണ്, ജീവിതം എന്നത് ജീവിക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും കണ്ടെത്തേണ്ടത്. അപ്പോൾ ആ സന്തോഷം ഞാൻ ഒരു ജീവിതമേ ഉള്ളൂ, ആ ജീവിതം ഞാൻ ആവോളം ആസ്വദിക്കാനുള്ള ഒരു മനസ്സെനിക്കുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഒരു ഫ്രീ മനസ്സായിരിക്കുകയാണ്. അപ്പം അതിനിടയ്ക്ക് നമ്മളിപ്പം പ്രാരാബ്ധങ്ങളോ അല്ലെങ്കിൽ ലോണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്കതിനൊരു തടസ്സം വരുന്നു. അപ്പോൾ അത് ഞാൻ ഫ്രീ ആയിട്ട് മെൻ്റൽ സിറ്റുവേഷൻ വച്ചതിന് ശേഷമാണ് ഞാൻ ഓരോ ഈ ആക്ടിവിറ്റീസിനും, പിന്നെ എനിക്ക് പണ്ടേ ഒരുങ്ങാനും ഇങ്ങനെ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാനൊക്കെ ഒരുപാട് ആഗ്രഹമാണ്. പക്ഷെ പണ്ടത്തെ ഒരു അവസ്ഥയനുസരിച്ച് നമുക്കതൊന്നും പറ്റിയിരുന്നില്ല. പണ്ടതൊന്നും ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ അപ്പനും അമ്മയൊക്കെ ഉള്ളപ്പോൾ അവർ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഇതേ ഇടാൻ പാടുള്ളൂ, ഇതിടാൻ പാടില്ല എന്നൊരു റെസ്ട്രിക്ഷനുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ നമുക്കിപ്പം അങ്ങനെയല്ല, വേൾഡ് മാറി. അപ്പം എനിക്കും അങ്ങനെ ഒരു ചിത്രശലഭത്തെ പോലെ പറന്ന് നടക്കണം എന്ന എൻ്റെ കുഞ്ഞുകാലത്തുള്ള ആ ഒരു ആഗ്രഹം ഞാനിപ്പം സഫലീകരിക്കുകയാണ്. ഇനി നൂർജഹാൻ ചോദിച്ച ആ ചോദ്യത്തിലോട്ട് വരാം. ഇപ്പം എന്നെപ്പോലെ ആകണം എന്ന് പറ്റാത്തവർക്ക് എനിക്ക് ഈ ഇടയ്ക്ക് എനിക്കൊരു ഇൻസ്റ്റഗ്രാമിലൊരു മെസ്സേജ് കിട്ടിയായിരുന്നു. ഒരു ലേഡിയാണ്, ഒരുപാട് സങ്കടത്തോടു കൂടി പറഞ്ഞു, ചേച്ചി ഞാനൊരു വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ എന്നെ പള്ളിയിൽ നിന്നും മറ്റു സ്ഥാപനങ്ങളിൽ നിന്നല്ല അവരെ ഒരുപാട് പീഡനം സഹിക്കുന്നു എന്ന്. ആ മെസ്സേജ് എനിക്കിപ്പോഴും ഉണ്ട്. എനിക്ക് അവർ അങ്ങനെ ആ ഒരു മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. അപ്പം ഞാൻ അവർക്ക് കൊടുത്ത ഒരു ഉപദേശം, നമ്മളാണ് നമ്മുടെ സന്തോഷം കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ എന്താണോ എടുക്കുന്ന തീരുമാനം അതിൽ ഉറച്ചു നിൽക്കുക. മറ്റൊരാളല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത്. അതാണ് അവർക്ക് ഞാൻ കൊടുത്ത ഒരു മറുപടി. എനിക്കറിയാം ആ മറുപടി ഒരു ഈസി ആയിട്ട് അവർക്ക് എടുക്കാൻ പറ്റുന്ന ഒന്നല്ലെങ്കിലും അത് അവരെടുത്തേ പറ്റുള്ളൂ. അതെ, അത് ആന്റിക്ക് അങ്ങനെ ഈസി ആയിട്ട് അത് പറയാൻ പറ്റില്ല. ഒരുപാട് പേര് അങ്ങനെ ജീവിക്കുന്നവരുണ്ടല്ലോ. ആന്റിക്കും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നോ? സത്യമായിട്ടും എനിക്കുണ്ടായിരുന്നു. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു നൂജഹാൻ. എൻ്റെ ബാല്യകാലത്തിൽ എനിക്ക് റെസ്ട്രിക്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു. കാരണം നമുക്ക് പണ്ടൊക്കെ മേക്കപ്പ് ഇടാൻ പാടില്ല, പിന്നെ ഇങ്ങനെ ആൾക്കാരൊക്കെ നോക്കും, അയ്യോ അവർ കളിയാക്കും, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്താഗതി പണ്ടും ഞാനും അതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഓ നീ കറുത്തിട്ടാണ് ഇരിക്കുന്നത്, ഓ നിനക്ക് ഭംഗിയൊന്നുമില്ല, ഓ ഇതൊക്കെ ഇട്ടിട്ടാ ഇങ്ങനെ നടക്കുന്ന, കോലം കണ്ടില്ലേ, ഓ നിന്നെ പിന്നെ വെളിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാണ്. ഇങ്ങനത്തെ ഒരുപാട് പരിഹാസങ്ങൾ ഞാനും നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ അതിനെപ്പറ്റി ഒന്നും ആകുലയാകാതെ എന്താണോ നമുക്ക് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്നത് അത് ഞാൻ സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നു. എനിക്ക് ആ ഒരു ജീവിതം ആസ്വദിക്കണം. എനിക്ക് കിട്ടാതെ പോയ ഒരു ബാല്യമോ അല്ലെങ്കിൽ കിട്ടാതെ പോയ ഒരു ലൈഫ് തിരിച്ചു കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ചെറുപ്പത്തിലുള്ള ആഗ്രഹങ്ങളാണ് ആന്റി ഇപ്പോൾ ചെയ്യുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അതെ അതെ, കൊച്ചിലെ ചെയ്യാൻ പറ്റാത്ത ആഗ്രഹങ്ങൾ. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഇതേപോലെ ഒരു കടയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു ഡ്രസ്സ് കണ്ടിട്ട് അയ്യോ അതെനിക്ക് വാങ്ങാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിട്ടുള്ള ഒരു റീന ജോൺ ഉണ്ടായിരുന്നു. കാരണം അപ്പനും അമ്മയും അങ്ങനെ ഓർത്തഡോക്സ് ചിന്താഗതിയുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇപ്പോഴും കുട്ടികൾ ഉണ്ടാവാം. ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളിലൊതുക്കി അവർക്കത് പറ്റുന്നില്ലല്ലോ, അയ്യോ എനിക്കിത് പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവർ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ട് അവർ ആർജിക്കേണ്ടത് നന്നായിട്ട് പഠിക്കുക, സ്വന്തം കാലിൽ നിൽക്കാൻ പരിശ്രമിക്കുക, നന്നായിട്ട് അധ്വാനിക്കാനുള്ള ഒരു മനസ്സും, അതായത് നന്നായിട്ട് ജോലി ചെയ്ത് സമ്പാദിക്കാനുള്ള ഒരു കഴിവ് അവർ നേടിയെടുത്തതിന് ശേഷം അവർ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുക എന്നതാണ് എനിക്ക് ആ കുട്ടികൾക്ക് കൊടുക്കാനുള്ളൊരു ഉപദേശം. കാരണം ഞാൻ അങ്ങനെയാണ് അത് ചെയ്തത്, നേടിയെടുത്തതും. ഈ റിയൽ ലൈഫിലെയും റീന ജോൺ രണ്ടാളുകളാണോ? അതെ 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 അതെ. എന്താണ് മേജർ ഡിഫറൻസ് ഈ രണ്ടാൾക്കും ഉള്ളത്? അതായത് റീൽസിൽ ഞാൻ അഴിഞ്ഞാടുന്നു എന്ന് പറയാം.
കാരണം എനിക്ക് കിട്ടാതെ പോയി, കാരണം എനിക്ക് ആ റീൽസിലെ ഓരോ പാട്ടുകളും എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കും. ഇപ്പൊ പുതിയ ട്രെൻഡ് വരെ ഞാനിപ്പം ഈ യങ് ഗേൾസ് ചെയ്യുന്ന ട്രെൻഡൊക്കെ ഞാൻ ഒന്നും വിടില്ല. ഏറ്റവും പുതിയതായിട്ട് ചെയ്ത ട്രെൻഡ് ഏതാ? ട്രെൻഡ് പറ്റി ഇതാണല്ലോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പാട്ട്, മറന്നുപോയി. മറ്റേ ബാബാ പക്കം, അതൊക്കെ എന്റെ സ്റ്റൈലിലൊക്കെ അഴിച്ചു വിട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്യുന്നവരുണ്ട്, അതും വൈറലായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്റേതായ സ്റ്റൈലിൽ ഞാൻ ചെയ്യുമ്പോൾ പലരും പറയാറുണ്ട്, ഓ ഇതൊക്കെ കോപ്പി അടിയാണ്. കോപ്പി അടിക്കണമെങ്കിലും എന്റെ ബോഡി മൂവ് ചെയ്താലല്ലേ കോപ്പി അടിക്കാൻ പറ്റുള്ളൂ. അതവർ മനസ്സിലാക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്ത് യങ്സ്റ്റേഴ്സിനോടൊപ്പം തന്നെ നിൽക്കാനുള്ള ഒരു മനസ്സ്. പക്ഷെ എനിക്ക് തോന്നുന്നത് എൻ്റെ മനസ്സ് ഇപ്പോഴും ഒരു യുവത്വം നിറഞ്ഞ മനസ്സാണ്. അത് ഞാൻ 18-ലാണ്. ഈ 18-കാരിക്ക് ലവ് പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ? അതെടുക്കില്ല, വന്നാലും എടുക്കില്ല. ലവ് എന്ന് പറയുന്നതേ വേണ്ട. ഇല്ല, ഞാൻ ലവ് ചെയ്യുന്നുണ്ട് എന്നെ തന്നെ. ബിഗ് ബോസ് കാണാറുണ്ടോ? ഞാൻ ബിഗ് ബോസ് കാണാറില്ല. പക്ഷെ ഈ വർഷത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഫുള്ള് കറങ്ങി നടന്നത് റീന ജോൺ വരുന്നു, ലണ്ടനിൽ നിന്ന് റീന ജോൺ വരുന്നു. ഞാൻ പറഞ്ഞു എന്ന് വന്നു, ഓരോരുത്തരും വീട് ചേച്ചി എന്താ വരാത്തെ. പക്ഷെ അതൊരു അറിയില്ല, അതിനെപ്പറ്റി ഞാൻ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പോകുമോ എന്നതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ചോദിച്ചാൽ. കാരണം ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നെ എത്രയോ 90 ഡേയ്സ് എന്തോ 100 ഡേയ്സ് മാറി നിൽക്കണം, അങ്ങനത്തെയൊക്കെ ഉണ്ട്. ചിലപ്പം വിളിച്ചിരുന്നെങ്കിൽ പോയേനെ. എന്റെ മാനേജറോട് പറഞ്ഞിട്ടേ പോകാൻ സാധ്യത ഉണ്ടായിരുന്നു. അതെ. ഇതുപോലെ ആന്റി ചെയ്ത വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ആന്റിക്ക് ഫേവറേറ്റ് വീഡിയോ ഏതാ? എനിക്ക് എപ്പോഴും ഫേവറേറ്റ് എപ്പോഴും തുള്ളിച്ചാടുക, ചാടിയുള്ള വീഡിയോകളെല്ലാം ഇഷ്ടമാണ്. കാരണം എനിക്ക് ആ മൂവ്മെൻറ്റും അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യുമ്പോൾ ഉള്ളൊരു മാനസിക സന്തോഷം ഒരിക്കലും കിട്ടാറില്ല. പക്ഷെ പ്രേക്ഷകർ ചിലർ പറയും ഇതൊന്ന് മാറ്റി പിടിക്കുമോ എന്ന് പറയുമ്പോഴാണ് ഒന്നിലോട്ട് പോകുന്നത്. ഞാൻ എപ്പോഴും കാലിനടിയിൽ സ്പ്രിങ് വെച്ചിട്ടുണ്ടോ, ഇങ്ങനെ ചാടി പോകുന്ന പറന്നു പോകുന്നത് കാണാം. പിന്നെ കാല് വെച്ചിട്ടൊരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു സ്റ്റെപ്പ്. അങ്ങനെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് വന്ന വീഡിയോ ഏതാ? നെഗറ്റീവ് കമന്റ് വന്നത് എനിക്ക് തോന്നുന്നത് ഒരു ക്രിസ്ത്യൻ സോങ്ങിന് ഞാൻ അത് ചെയ്തതാ. ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്, പക്ഷെ ഞാൻ ആ സോങ് ചെയ്തു, അതൊരു തമാശയ്ക്ക് ചെയ്തതാ. അതിൽ വന്നിട്ട് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അടുത്ത വർഷം ജാനുവരി ജീപ്പ് കയറി നീ മരിക്കും. പറഞ്ഞു അയാൾ, ജീപ്പ് പിടിച്ചായിരിക്കും നിന്റെ മരണം, നീ കണ്ടോ ജാനുവരി കഴിയുമ്പോൾ നീ ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് നീ ആ ശവപ്പെട്ടി ഒന്ന് അയച്ചു തരൂ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ കമന്റ്. ഭയങ്കരമാ, ഓയ്യോ അടിപൊളി കമന്റുകളാ. എന്തായാലും ഇതൊന്നും വേണ്ടിയിരുന്നില്ല, റീന ചേച്ചിയിൽ നിന്ന് ഞാൻ അത് എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ പറയാം, ഇതല്ല, റിയൽ അല്ല, ഇത് നമ്മളെ ഒരാളിൻ്റെ ഇത് ചെയ്യുന്നതാണ്. അപ്പം അത് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം പ്രേക്ഷകർ. ഇതുപോലെ ആളുകൾ ഇങ്ങനെ വന്ന് ഈ കൈൻഡ് ഓഫ് കമന്റ്സ് DM-ലൊക്കെ വരാറുണ്ട്, ഇങ്ങനത്തെ മെസ്സേജസ് എല്ലാം വരാറുണ്ട്. കോമഡി ആയിട്ടുള്ള. എന്നിട്ട് ഒരു ദിവസം ഞാനും ജിതാബി എന്ന് പറഞ്ഞിട്ട് എൻ്റെ വേറൊരു ഇൻഫ്ലുവൻസർ ഉണ്ട് UK-യിൽ, ഞങ്ങൾ രണ്ടുപേരും കൂടെ രാത്രി, ഞങ്ങൾ ജിതാബി എന്നോടൊപ്പം താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പറയാം, ജിതാബി നമുക്ക് ഇന്നത്തെ നെഗറ്റീവ് കമന്റുകളൊക്കെ വായിച്ച് നമുക്ക് എൻജോയ് ചെയ്യാണേ, ഓരോന്നായിട്ട് തുടങ്ങട്ടെ. ജിതാബി ഒന്ന് വായിക്കും, നമ്മൾ ചിരിക്കും, എല്ലാ പൊട്ട കമന്റുകളാണ്. അയ്യോ നിന്നെയൊക്കെ, അയ്യോ ഇതൊക്കെ എന്ത് അയ്യോ, ഞാൻ പറയണേ ഇതൊക്കെ എന്ത് വേർഡുകളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് റൂഡ് കമന്റുകൾ, നല്ല റൂഡ് കമന്റുകളാണ്. നിന്നെ എവിടെയെങ്കിലും വെച്ചിട്ട് തട്ടും, ഒന്ന് വാടേ തട്ടാൻ തട്ടി നോക്കാം. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഈ റൂഡ്, അപ്പൊ ഇവരുടെ വിചാരം ഞാൻ അയ്യോ വിറച്ച് പിന്നെ ഇനിയിപ്പം. പക്ഷെ അതാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പം ഞാൻ ഒരുപാട് പേരെ കാണുന്നു. നൂർജാൻ ചോദിച്ച ആ ഒരു ചോദ്യത്തെ കണക്ട് ചെയ്യട്ടെ. അതായത് ഒരുപാട് യങ് ഗേൾസ് ഇത്തരം കമന്റ് കാണുന്നു എന്ന് പറഞ്ഞാൽ അവർ പോയി സൂയിസൈഡ് ചെയ്യുക. വൈ? എനിക്കറിയില്ല. ഇത് കമന്റ് അവരിടുന്നു, അത് നമ്മുടെ ദേഹത്തൊന്നും ഏശുന്നില്ല. ഈ കമന്റ് അവിടെ കിടന്നോട്ടെ, എന്ത് റൂഡ് കമന്റുകൾ വന്നാലും അവരവിടെ എഴുതുന്നത് അവരുടെ മനസ്സാണ് അവരവിടെ എഴുതുന്നത്. അപ്പോൾ ഈസ് ഫെയർ. അതൊന്നും നമ്മളെ ഡസൻറ്റ് മാറ്റർ. ഇപ്പം നെഗറ്റീവ് അയ്യോ എല്ലാം പോസിറ്റീവ് പിന്നെ കമൻറ്റ് മാത്രം വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് മീഡിയയിൽ നിൽക്കാൻ പറ്റില്ല. നമ്മൾ നെഗറ്റീവും വേണം
പോസിറ്റീവും പോസിറ്റീവ് വേണം. ഓക്കെ, നെഗറ്റീവും പോസിറ്റീവും ഇല്ലെങ്കിൽ അത് മീഡിയയിൽ നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് എനിക്ക് കൊടുക്കുക, ഇപ്പോൾ യങ് ജനറേഷൻ, നിങ്ങൾ മീഡിയയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു എക്സ്പെക്ട് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കമൻറ്റ്സ്. അല്ലെങ്കിൽ നിങ്ങൾ ഇത് വിട്ടു പോവുക. അല്ലാതെ ഇത് താങ്ങാൻ പറ്റാതെ അയ്യോ എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ പിടിച്ചിരിക്കുന്നു, ഛർദ്ദിക്കുക, അയ്യോ ഞാൻ ഇത് കണ്ടു ചേച്ചി എൻ്റെ ഇതൊന്നും ആവശ്യം, ഓക്കെ നിങ്ങൾ വിട്ടു പോവുക, സിമ്പിൾ. ഞാൻ ഈ നെഗറ്റീവ് കമൻ്റ് ചിരിച്ചിട്ട് കൊള്ളാം, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ്. എനിക്കതിനെ ചൊടിപ്പിക്കുകയൊന്നുമില്ല. ടൈപ്പ് ചെയ്യുന്ന അത്ര സമയം കൂടെ നമ്മുടെ വീഡിയോ ബാക്കി ഞാൻ വേറെ ഒന്ന് ഇതാവും. അപ്പം ഞാൻ പറയാം നല്ല മെസ്സേജ് ഇടാം, നീ എന്നാ കറുത്ത കളർ അയക്കണേ, അയക്കുമ്പോൾ അത് അയച്ചേരെ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് വിടും. ഞാൻ പറയും നീ അയച്ച മെസ്സേജ് ശവപ്പെട്ടി ശവപ്പെട്ടി, ഞാൻ പറയും നീ കറുപ്പ് തന്നെ അയക്കണം കേട്ടോ, എൻ്റെ ഫേവറേറ്റ് കളറാണ്, അതും നീ മറന്നു പോരുത് എന്ന് പറഞ്ഞ് അയച്ചിട്ട് ഞാൻ അവിടെ മിണ്ടാതിരിക്കും. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾ എന്താണ്, ചേച്ചി അങ്ങോട്ട് കണ്ടായത് എല്ലാം ഞാൻ കണ്ടു, പറയാം ഇതെങ്ങനെ കൂളായിട്ട് ഞാൻ കണ്ടടേ ഇനിയിപ്പോൾ എന്ത്, ഓക്കെ അങ്ങനെ കണ്ടോന്ന് ചോദിക്കുന്ന ഒരു ചമ്മിപ്പോവും. അതെ, ഞാൻ പറയാം കണ്ടു ഇതിനെന്താ അവർ എഴുതട്ടെ. ഇപ്പം ഇവരുടെ വിചാരം വേറെ ആരെങ്കിലും ആ നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മോശമാണ്, അങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റില്ല.